Hello dear students, welcome to the next video of Standard 9. In the last video we discussed about the problems related with the universal law of gravitation. In this video we are going to discuss about what is force of gravity. In the previous video we also discussed what is force of gravity. That means there is a force between the earth and the objects on the earth. Okay, now let us going to discuss what is force of gravity. First, there is a question in this textbook. If the mass of earth is m, r is its radius and m is the mass of an object placed on the surface of earth, what will be the attractive force between them? According to Newton, universal law of gravitation, the force of attraction between the two bodies F is equal to G m1 m2 by d square. അപ്പോൾ ഈ ഫോർമുല നമ്മുടെ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ വഴി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ, രണ്ട് ബോഡീസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിൻ്റെ ഇക്വേഷനാണത്. F is equal to G m1 m2 by d square. m1 is the mass of the first body, m2 is the mass of the second body, and d is the distance between them. By substituting the values of m, r, and a small letter m into this m1, m2 and d, we get the equation as G m capital M small letter m by r square. അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ എർത്തിൻ്റെയും ഒബ്ജക്ട്സിൻ്റെയും അട്രാക്റ്റീവ് ഫോഴ്സ് അല്ല നമ്മൾ പഠിച്ചിരുന്നത്. എനി ടു ഒബ്ജക്ട്സിൻ്റെ രണ്ട് അട്രാക്റ്റീവ് ഫോഴ്സാണ് നമ്മൾ ഈ ഫോർമുലയിൽ നമ്മൾ കണ്ടുപിടിച്ച് ചെയ്തിരുന്നത് അല്ലേ. അതായത് എർത്തും ബോഡിയും ആയിട്ട് നമ്മൾ ചെയ്തിരുന്നില്ല, വേറെ ഏതോ രണ്ട് ബോഡീസ് അല്ലെങ്കിൽ രണ്ട് ഹ്യൂമൻ ബീയിങ്സിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സ്, അതൊക്കെയാണ് നമ്മൾ നോക്കിയിരുന്നത്. ബട്ട് ഇനി നമ്മൾ നോക്കാൻ പോണത് എർത്തും ഏതെങ്കിലും ഒരു എർത്തിലുള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്ട്സ് തമ്മിലുള്ള മാസ് അട്രാക്റ്റീവ് ഫോഴ്സാണ് നമ്മൾ നോക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റെ മാസുകളും അവരുടെ ഡിസ്റ്റൻസും സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ m1 എന്ന് പറയുന്നത് ക്യാപിറ്റൽ എം ആയിട്ട് കിട്ടും, അതായത് മാസ് ഓഫ് ദ എർത്ത്. m2 ഈസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ m, ദാറ്റ് മീൻസ് ദ മാസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഓൺ ദ സർഫേസ് ഓഫ് ദ എർത്ത്. And d is the distance between the center of the earth and the surface. അപ്പോൾ അത് ആറാണ്. അതായത് സെൻറ്റർ ഓഫ് ദ എർത്തും ഇവിടെ നോക്കൂ, ഈ ഫിഗറിൽ നോക്കൂ, സെൻറ്റർ ഓഫ് ദ എർത്തും സർഫേസും തമ്മിൽ ഉള്ള ഡിസ്റ്റൻസാണ് എന്ത് വരിക, ഡി വരിക. കാരണം സർഫേസിലാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ എർത്തിൻ്റെ റേഡിയസ് ആണ് ഈ ഡിസ്റ്റൻസ് ഡി ആയിട്ട് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാം അല്ലേ. അപ്പോൾ ഡി എന്തായിട്ട് മാറി, ആറായിട്ട് മാറി. Therefore the force of attraction between a body on the earth surface and the earth is G capital M small letter m divided by r square. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായില്ലേ. ഇനി നിങ്ങൾ ഈ ഫിഗറിൽ നോക്കാം. നമുക്ക് നമ്മുടെ എർത്ത് എന്ന് പറയുന്നത് ഒരു കറക്റ്റായിട്ടുള്ളൊരു സ്പെരിക്കൽ ഷേപ്പ് ആണോ? ഈ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്, കറക്റ്റായിട്ടുള്ളൊരു സ്പെരിക്കൽ ഷേപ്പ് ആണോ? അല്ല. What is its shape? Its shape is like a oval shape. Okay, so it has the two different type of radius. The radius at a pole and radius at the equator, which is both are different. ഇക്വേറ്ററിലാകുമ്പോൾ അതിൻ്റെ റേഡിയസ് കൂടുതലായിരിക്കും, പോളിലാകുമ്പോൾ അതിൻ്റെ റേഡിയസ് കുറവായിരിക്കും. If the force of attraction the same everywhere on the earth surface. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊരു ക്വസ്റ്റ്യനോട് കൊടുത്തിട്ടുണ്ട്. അതായത് എന്താ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എർത്തിലെ എല്ലാ ഭാഗത്തും സെയിം ആയിരിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സെയിം ആയിരിക്കുമോ? സെയിം ആവണമെങ്കിൽ എന്ത് വേണം? ജി എ m1 m2 ഡിവൈഡ് ബൈ ഡി, ഇതൊക്കെ സെയിം ആയിരിക്കണം. അപ്പോൾ ഇവിടെ ജി ക്യാപിറ്റൽ എം മാറുന്നില്ല, കാരണം എന്താ, എർത്തിൻ്റെ മാസ് മാറുന്നില്ല. സ്മോൾ ലെറ്റർ എം മാറുന്നില്ല. ഒരു ബോഡി, നമ്മൾ ഏതെങ്കിലും ഒരു ബോഡി എടുത്തിട്ട് അത് എർത്തിൻ്റെ പല പൊസിഷനിൽ, ഒന്ന് പോൾസിൽ വയ്ക്കുക, ഇക്വേറ്ററിൽ വയ്ക്കുക, അങ്ങനെ എല്ലാ പൊസിഷനിലും നമുക്ക് മാറ്റി വെച്ചാലും ബോഡിയുടെ മാസ് മാറുന്നില്ല. ഇനി ആറ് മാറുന്നുണ്ടോ നോക്കാം. ആറ് മാറുന്നുണ്ടോ? റേഡിയസ് മാറുന്നുണ്ടോ? ബോഡിയിൽ ഒരു റേഡിയസ്, ഇവിടെ കുറച്ചും കൂടി ലെങ്ത് കൂടുതലാണ്. യെസ്. അപ്പോൾ അതായത് എന്താണ്, റേഡിയസ് മാത്രമാണ് ഇവിടെ മാറുന്നത്. അതിൽ ജി കോൺസ്റ്റൻ്റ് ആണ്, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ്, അത് മാറുന്നില്ല. അപ്പോൾ മാറുന്നത് റേഡിയസ് മാത്രമാണ്. അപ്പോൾ റേഡിയസ് മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട് അവിടെ?
റേഡിയസ് മാറുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാറുന്നുണ്ട്. ഇത് F=G m1m2/d² മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റേഡിയസ് മാറുമ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സും മാറുന്നുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതലുള്ള റേഡിയസ് ഏതിനാണ്? ഇക്വേറ്ററിൻ്റെ അവിടെ അല്ലേ? റേഡിയസ് കൂടുതൽ ഇക്വേറ്ററിൻ്റെ അവിടെ, റേഡിയസ് കുറവ് പോളിൻ്റെ അവിടെ. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൽ റേഡിയസ് മാറാൻ പോണതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എങ്ങനെയാണ് മാറാൻ പോണതെന്ന് ഈ കുറച്ച് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 69 കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ആൻസർ എഴുതി കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് നമ്മുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മാറുന്നത് നമുക്ക് കിട്ടും. Look at the first question. Is the earth really spherical in shape? No. ഒരിക്കലും സ്പെരിക്കൽ ഷേപ്പ് അല്ല. ഇക്വേറ്ററിൻ്റെ അവിടെ കുറച്ച് ബൾജ്ഡ് ആണ്, അതായത് ഒരു ഓവൽ ഷേപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇനി then next question. Is the radius of the earth same everywhere? Is it same? No. As per the answer in the textbook, answer is no. The next question. Where on the surface of the earth is the radius maximum? Maximum radius എവിടെ ഉണ്ടാകുന്നത്? Yes, ഇക്വേറ്ററിൽ. Where it is minimum? പോൾസിൽ. ദെൻ ഇനി പോൾസിലും ഇക്വേറ്ററിൽ മാറിക്കഴിഞ്ഞാലും ഏത് ഭാഗത്താണ് റേഡിയസ് കൂടുതൽ, ഏത് ഭാഗത്താണ് റേഡിയസ് കൂടുതൽ കുറവെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റി. ഇനി ഈ റിലേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് വേണം നമുക്കിനി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എവിടെയാണ് കൂടുതൽ എവിടെയാണ് കുറവെന്ന് നോക്കാനായിട്ട്. Okay, so now let us read the next question. At which part of the earth is a body to be placed to experience the maximum force of attraction? ഈ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. റൈറ്റ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇനി എവിടെയാണ് ഏറ്റവും കൂടുതൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉള്ളതെന്ന് ഇവിടെ പോൾസ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അതിങ്ങനെ വരണേന്ന് നോക്കാം. എന്തുകൊണ്ടാണ് ഇവിടെ പോളിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ഫോഴ്സ് വരാൻ കാരണം? വേർ ദ റേഡിയസ് ഈസ് സ്മോൾ. റേഡിയസ് ലാർജ് ഉണ്ട്, സ്മോൾ ഉണ്ട്. എന്തുകൊണ്ടാണ് അവിടെ കൂടാൻ കാരണം? റേഡിയസ് ഈസ് സ്മോൾ. അപ്പോൾ റേഡിയസ് കുറയും തോറും എന്ത് സംഭവിക്കും? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടും. കാരണം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മാസസ് which is inversely proportional to the force. അതായത് ഫോഴ്സ് റേഡിയസ് കുറയുമ്പോൾ ഫോഴ്സ് കൂടും. അപ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, റേഡിയസ് കുറയുമ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടും. അപ്പോൾ പോളിലാണ് ഏറ്റവും കുറവ് റേഡിയസ് അവിടെ ഉള്ളത്, എർത്തിൽ റേഡിയസ് ഉള്ളത്. അപ്പോൾ അവിടെ നിൽക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി if a body is being continuously raised from a surface of the earth, what happened to the force of attraction? ഇനി ബോഡി നമ്മൾ എന്ത് ചെയ്യാണ്? കുറച്ചും കൂടി മേലേക്ക് ഇപ്പം നമ്മൾ എന്താ പറയുക, കുറച്ച് ഹൈറ്റിൽ കയറി നിൽക്കുകയാണെന്ന് വിചാരിക്കുക, ഏതെങ്കിലും ഒരു സ്റ്റൂളുമ്പോൾ കയറി നിൽക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ എർത്തും നമ്മളുമായിട്ടുള്ള ഡിസ്റ്റൻസ് കുറച്ചുകൂടി കൂടി, സർഫേസിലല്ല നിൽക്കണം, കുറച്ചും കൂടി സ്റ്റൂളുമോ അല്ലെങ്കിൽ ഏതെങ്കിലും കോണിയുമൊക്കെ കയറി നിൽക്കുമ്പോൾ കുറച്ചുകൂടി ഹൈറ്റിലേക്ക് അത് പൊന്തിപ്പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ മേലെ കയറിയിരിക്കുക. അപ്പോൾ സർഫേസിൽ നിന്ന് കുറച്ചുകൂടി അകന്നു പോയി. അപ്പോൾ അറ്റ് ദാറ്റ് ടൈം our distance between the earth and the body becomes greater. That means the d is increases. അപ്പോൾ d increases ചെയ്യുമ്പോൾ അവരുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് സംഭവിക്കുക? increases or decreases? What happened to the force of attraction? Yes, decreases. If a body is being continuously raised from a surface of the earth, what happened to the force of attraction? എർത്തിൽ നിന്നൊരു സർഫേസ് പൊന്തിച്ചെങ്കിൽ എന്താ സംഭവിക്കുക? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ decreases. Okay, then next is imagine the body is moved from the surface of the earth to its center. What happens? സെൻറ്ററിലോട്ട് പോകും തോറും എന്താ സംഭവിക്കുക? റേഡിയസ് കുറഞ്ഞു വരും അല്ലേ? അപ്പോൾ റേഡിയസ് കുറഞ്ഞു വരുമ്പോൾ വാട്ട് ഹാപ്പൻസ്? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് ഇൻക്രീസസ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, റേഡിയസ് കുറയുമ്പോൾ ഉള്ളിലേക്ക് പോകുമ്പോൾ റേഡിയസ് കുറയാണ്. അപ്പോൾ എന്താ സംഭവിക്കാം? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടി വരും. Okay, so in this video we discuss the force of gravity and what happens the force of attraction at poles and equator.
ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പോൾസിലും ഇക്വേറ്ററിലും എന്താണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ സംഭവിക്കുന്നത്, എവിടെയാണ് കൂടുതൽ എവിടെയാണ് കുറവ്, ഇങ്ങനെയാണ് കൂടുന്നതെന്നൊക്കെ പഠിച്ചു. Okay, so I hope you can understand what is this, and I am going to wind up my class. Thank you.